ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് 8ാം ക്ലാസ് ഫിസിക്സിലെ മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഒരു വീലില്ലാത്ത ഒരു ട്രെയിനിൻ്റെ പിക്ചർ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജിൽ തന്നിട്ടുണ്ട്. ഒരു മാഗ്ലവ് ട്രെയിനിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. ആ പിക്ചർ നോക്കിക്കൊണ്ടൊരു കുട്ടി പറയുകയാണ്, ദിസ് ട്രെയിൻ ഹാസ് നോ വീൽസ്, ഹൗ ഡസ് ഇറ്റ് റൺ ദെൻ, ഈസ്ന്റ് ഇറ്റ് സർപ്രൈസിങ്. ഈ ട്രെയിനിൽ വീലുകളില്ലല്ലോ, പിന്നെ എങ്ങനെയാണത് റൺ ചെയ്യുന്നത്? ഇതൊരു അത്ഭുതം തന്നെ. ടെലിവിഷനിൽ കണ്ട ഒരു മാഗ്ലവ് ട്രെയിനിൻ്റെ ചിത്രം നോക്കിക്കൊണ്ടൊരു കുട്ടി പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ട്രെയിൻ അഥവാ മാഗ്ലവ് ട്രെയിൻ റൺ ചെയ്യുന്നത്. നമുക്ക് മാഗ്നറ്റിസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ദർ ആർ 2 types ഓഫ് മാഗ്നറ്റ്സ്, നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. മാഗ്നറ്റ്സ് ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ഫ്രം നാച്ചർ ആർ നാച്ചുറൽ മാഗ്നറ്റ്സ്. ഭൂമിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളെയാണ് നാച്ചുറൽ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, മാഗ്നറ്റ്സ് ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ഫ്രം നാച്ചർ ആർ നാച്ചുറൽ മാഗ്നറ്റ്സ്. പക്ഷേ ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ് സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത്. നവഡേയ്സ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് commonly. They are made of alloys like alnico. അൾനിക്കോ പോലെയുള്ള അലോയ്സിൽ നിന്നാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് മാഗ്നറ്റ്സ് അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിലും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം മാഗ്നറ്റിക് നീഡിലുണ്ട്, യു ടൈപ്പ് മാഗ്നറ്റ് ഉണ്ട്, ബാർ മാഗ്നറ്റ് ഉണ്ട്, സർക്കുലാർ മാഗ്നറ്റ് ഉണ്ട്. ഇങ്ങനെ പല മാഗ്നറ്റുകളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. നൗ ലെറ്റ് us see what the general properties of magnets. ഒരു മാഗ്നറ്റിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു മാഗ്നറ്റ് ഒരു ത്രെഡ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ടേൺ ചെയ്യാവുന്ന രീതിയിൽ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് എ മാഗ്നറ്റ് യൂസിങ് എ ത്രെഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ടു ടേൺ. നമുക്ക് മാഗ്നറ്റിൽ നിങ്ങൾക്ക് കാണാം NS എന്നിങ്ങനെ 2 ലെറ്ററുകൾ മാർക്ക് ചെയ്തിട്ട് കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? N stands for North Pole and S stands for South Pole. If a magnet is arranged in such a way that it can move freely, it will align itself in the north-south direction of Earth. നമ്മൾ സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. It is because a magnet possesses directional property that a free moving magnet always aligns itself in north-south direction. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു മാഗ്നറ്റ് ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ മാഗ്നറ്റ് ഹാസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. The end of the magnet pointing to the north is north pole. എർത്തിൻ്റെ നോർത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ എൻഡിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ എർത്തിൻ്റെ സൗത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ എൻഡിനെ സൗത്ത് പോൾ എന്നും പറയുന്നു. ഇപ്പം നമ്മൾ മാഗ്നറ്റ്സിൻ്റെ പോൾസ് എന്താ എന്നുള്ളത് മനസ്സിലാക്കി, നോർത്ത് പോളും സൗത്ത് പോളും. ഇനി നമുക്ക് ചെറിയ 2 മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാം. 2 മാഗ്നറ്റ് എടുത്തുകൊണ്ട് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ മറ്റൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ബ്രിങ് ദി നോർത്ത് പോൾ ഓഫ് 1 മാഗ്നറ്റ് ക്ലോസ് ടു ദി നോർത്ത് പോൾ ഓഫ് അനദർ. അപ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുക? അവിടെ കാണാൻ കഴിയുന്നത് റിപ്പൾഷൻ ആയിരിക്കും. നോർത്ത് പോളും അതല്ലെങ്കിൽ സൗത്ത് പോളും ഒരുപോലെയുള്ള ലൈക്ക് പോൾസ് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുക റിപ്പൾഷൻ ആയിരിക്കും. ഇനി അൺലൈക്ക് പോൾസ് നോർത്ത് പോളും സൗത്ത് പോളും അടുത്തേക്ക് കൊണ്ടുവന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഒരുപോലെയുള്ള പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അതല്ലെങ്കിൽ വികർഷിക്കും. ഡിഫറെൻ്റ് പോൾസ് അല്ലെങ്കിൽ അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇനി നമ്മൾ പഠിക്കുന്നത് മാഗ്നറ്റിക് കോമ്പസിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ.
ഡയറക്ഷൻ കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ്. കോമ്പസ് ഈസ് എ മാഗ്നറ്റിക് നീഡിൽ arranged in such a way that it can rotate freely inside an aluminum or plastic case. ഒരു അലൂമിനിയം കേസിൻ്റെ ഉള്ളിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കേസിൻ്റെ ഉള്ളിലോ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു മാഗ്നറ്റിക് നീഡിലാണ് കോമ്പസ് എന്ന് പറയുന്നത്. When placed in horizontal surface, the magnetic needle in it comes to rest quickly in north-south direction. നമ്മളൊരു ഹൊറിസോണ്ടൽ സർഫസിൽ മാഗ്നറ്റിക് കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീഡിൽ എന്ത് ചെയ്യും? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഹെൻസ് ദിസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ. ഒന്നുകൂടി പറയുന്നു, ഡയറക്ഷൻ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കോമ്പസ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, കോമ്പസ് ഈസ് എ മാഗ്നറ്റിക് നീഡിൽ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി ഇൻസൈഡ് ആൻ അലൂമിനിയം ഓർ പ്ലാസ്റ്റിക് കേസ്. ഒരു അലൂമിനിയം കേസിൻ്റെ ഉള്ളിലോ പ്ലാസ്റ്റിക് കേസിൻ്റെ ഉള്ളിലോ സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മാഗ്നറ്റിക് നീഡിലാണ് കോമ്പസ്. വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്, ഒരു ഹൊറിസോണ്ടൽ സർഫസിൻ്റെ മുകളിൽ നമ്മൾ ഈ മാഗ്നറ്റിക് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കംസ് ടു റെസ്റ്റ് ക്വിക്ക്ലി ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ആ സൂചി ഒന്നിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? റെസ്റ്റിലേക്ക് വരും. ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഒരു കോമ്പസിൻ്റെ നീഡിൽ പോയിന്റ് ചെയ്യുന്നത്. ഹെൻസ് ദിസ് ഇസ് എ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ കാണുന്നതിന് നമുക്ക് കോമ്പസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എർത്ത് ആസ് എ മാഗ്നറ്റ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭൂമി ഒരു കാന്തം എന്നുള്ളൊരു ടോപ്പിക്കാണ്. ദി എർത്ത് ആക്ട്സ് ലൈക്ക് എ ലാർജ് മാഗ്നറ്റ്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്നുള്ളതാണ്. ദിസ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ദി സയൻറ്റിസ്റ്റ് വില്യം ഗിൽബർട്ട്. വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ജസ്റ്റ് ആസ് എർത്ത് ഹാസ് north and south geographically, it has the north pole and the south pole when considered as a magnet. ജോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂമിക്ക് ഒരു തെക്കും വടക്കും അഥവാ നോർത്തും സൗത്തും ഉള്ളതുപോലെ തന്നെ ഭൂമിയെ നമ്മളൊരു മാഗ്നറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, മാഗ്നറ്റായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിനൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പറയുന്നത് ഭൂമി ഒരു വലിയ മാഗ്നറ്റിനെ പോലെ, വലിയൊരു കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്നുള്ളത്. When we consider Earth as a large magnet, the south pole of the Earth's magnet is near the geographical north pole and the north pole of the Earth's magnet is near the geographical south pole. നമ്മൾ ഭൂമിയെ ഒരു ലാർജ് മാഗ്നറ്റായി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ സൗത്ത് പോൾ ജോഗ്രഫിക്കൽ നോർത്ത് പോളിനടുത്തും ഭൂമിയുടെ നോർത്ത് പോൾ ജോഗ്രഫിക്കൽ സൗത്ത് പോളിനടുത്തുമായിരിക്കും. ഒന്നുകൂടി പറയുന്നു, ദി സൗത്ത് പോൾ ഓഫ് ദി എർത്ത്സ് മാഗ്നറ്റ് ഈസ് നിയർ ദി ജോഗ്രഫിക്കൽ നോർത്ത് പോൾ ആൻഡ് ദി നോർത്ത് പോൾ ഓഫ് എർത്ത്സ് മാഗ്നറ്റ് ഈസ് നിയർ ദി ജോഗ്രഫിക് സൗത്ത് പോൾ. ഭൂമിയെ ഒരു ലാർജ് മാഗ്നറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ എർത്ത്സ് മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് ജോഗ്രഫിക്കൽ നോർത്ത് പോളിൻ്റെ അടുത്തും എർത്ത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ജോഗ്രഫിക്കൽ സൗത്ത് പോളിൻ്റെ അടുത്തുമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൗ ഡസ് ദി മാഗ്നറ്റൈസേഷൻ ഒക്കർ? എങ്ങനെയാണ് മാഗ്നറ്റൈസേഷൻ നടക്കുന്നത്, കാന്തികവൽക്കരണം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ AB എന്ന് പറയുന്ന ഒരു ഹാക്സോ ബ്ലേഡും അതുപോലെ തന്നെ NS എന്ന് പറയുന്ന ഒരു ബാർ മാഗ്നറ്റും എടുക്കുക. ഈ AB എന്ന് പറയുന്ന ഒരു ഹാക്സോ ബ്ലേഡ് ഒരു ടേബിളിൽ പ്ലേസ് ചെയ്ത ശേഷം ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ A എന്നുള്ള ഹാക്സോ ബ്ലേഡിൻ്റെ എൻഡിൽ നിന്നും Bയിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്യാം. അപ്പോൾ ഒരു ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇപ്പോൾ ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ AB എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡിൻ്റെ A എൻഡിൽ നിന്നും Bയിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്യാം. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ റബ്ബ് ചെയ്യേണ്ടത്. റിപ്പീറ്റ് ഇറ്റ് സെവറൽ ടൈംസ് ഇൻ ദി സെയിം മാനർ. കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യുക, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ദി ഹാക്സോ ബ്ലേഡ് ചേഞ്ചസ് ഇൻ ടു എ മാഗ്നറ്റ് വിത്ത്
the end A as North Pole and the end B as South Pole. നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഹാക്സോ ബ്ലേഡ് എ എന്ന് പറയുന്ന എൻഡ് നോർത്ത് പോളും ബി എന്ന് പറയുന്ന എൻഡ് സൗത്ത് പോളും ആയിക്കൊണ്ട് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ഹാക്സോ ബ്ലേഡ് എടുക്കുന്നു, എ ബി എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡ്, ദെൻ എൻ എസ് എന്ന് പറയുന്ന ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു, അതിൻ്റെ നോർത്ത് പോൾ ഉപയോഗിച്ച് എൻ എന്ന് പറയുന്ന എൻഡ് ഉപയോഗിച്ച് ഹാക്സോ ബ്ലേഡിൻ്റെ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയാം ദി ഹാക്സോ ബ്ലേഡ് act as a magnet with the end A as the north pole and the end B as south pole. എൻഡ് എ നോർത്ത് പോളായിക്കൊണ്ടും ബി സൗത്ത് പോളായിക്കൊണ്ടുമുള്ളൊരു മാഗ്നറ്റായിട്ട് ആര് മാറുന്നുണ്ട്? ഈ ഹാക്സോ ബ്ലേഡ് മാറുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എക്സ്പെരിമെൻ്റ് കഴിയുമെങ്കിൽ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുകയും ചെയ്യാം. എവരി മാഗ്നറ്റ് however small it may be has two poles. ഒരു മാഗ്നറ്റ് അതെത്ര ചെറുതായാലും അതിന് രണ്ട് പോളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. മേക്കിംഗ് എ മോണോപോൾ മാഗ്നറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ പോസിബിൾ. മോണോപോൾ ഒരൊറ്റ പോളുള്ളൊരു മാഗ്നറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇതുവരെ പോസിബിൾ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു മാഗ്നറ്റ് അത് എത്ര ചെറുതായാലും അതിന് രണ്ട് പോൾ ഉണ്ടാവും, നോർത്ത് പോളും സൗത്ത് പോളും. സിംഗിൾ പോൾ ആയിക്കൊണ്ട് അഥവാ മോണോപോൾ ആയിക്കൊണ്ട് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇതുവരെ സാധ്യമായിട്ടില്ല. വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്? എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻ ഇമാജിനറി ലൈൻ ഇൻഡിക്കേറ്റിംഗ് ദി ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റും എല്ലാ ഡയമെൻഷനിലും എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ ആൾ ഡയമെൻഷൻസ് എറൗണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റും എല്ലാ ഡയമെൻഷൻസിലും എല്ലാ ഡയറക്ഷൻസിലും എന്തുണ്ട്? മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൾ ഡയമെൻഷൻസ് എറൗണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും എല്ലാ ഡയമെൻഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദിസ് റീജിയൻ എറൗണ്ട് എ മാഗ്നറ്റ് വേർ ദി ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന റീജിയന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ദ റീജിയൻ എറൗണ്ട് എ മാഗ്നറ്റ് വേർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി മാഗ്നറ്റ് ഈസ് ഫെൽറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മനസ്സിലാക്കാം, ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഫീൽഡിന് പറയുന്ന റീജിയന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ആർ ദി പെക്യൂലിയാരിറ്റീസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇൻ്റർസെക്ട് വൺ അനദർ. രണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ലൈൻസ് എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബെൻഡ് സൈഡ് വൈസ് വെൻ ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് കം നിയർ ഈച്ച് അതർ. ഒരുപോലെയുള്ള മാഗ്നറ്റിക് പോൾസ് അടുത്ത് വരുന്ന സമയത്ത് ഈ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, when unlike poles of magnets come close to each other, the path of the magnetic lines of force is from north pole of one magnet to the south pole of the other magnet. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് മാഗ്നറ്റ് അൺലൈക്ക് പോൾസ് അടുത്ത് വരികയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്നും മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിലേക്കായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മൂന്ന് പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് വൺ അനദർ. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സെൻഡ് സൈഡ് വൈസ് വെൻ ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് കം നിയർ ഈച്ച് അതർ. ലൈക്ക് പോൾസ് അടുത്ത് വരുന്ന സമയത്ത് ഈ ഫീൽഡ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബെൻഡ് ചെയ്യുന്നുണ്ട്, സൈഡ് വൈസ് ബെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, അൺലൈക്ക് പോൾസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന്
അടുത്ത മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിലേക്കായിരിക്കും ഇതിൻ്റെ പാത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് കൂടാതെ നമ്മളിപ്പോൾ നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത് പറഞ്ഞു. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൾ ഡയമെൻഷൻസ് എറൗണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ എല്ലാ ഡയമെൻഷനിലും ഈ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദിസ് റീജിയൻ എറൗണ്ട് എ മാഗ്നറ്റ് വേർ ദി ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന റീജിയന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ മാഗ്നറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഒരു കാന്തം കാന്തിക വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൊബാൾട്ട്, നിക്കൽ പോലുള്ള എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മാഗ്നറ്റിക് മെറ്റീരിയൽസിന് കുറച്ചും കൂടി ഒക്കെ എക്സാമ്പിൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. നമുക്കിവിടെ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. വാട്ട് ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ദി ഫിനോമിനൻ ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയറിംഗ് മാഗ്നറ്റിസം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കാന്തിക വസ്തുവിന് കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം കാന്തിക ശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അഥവാ ഒരു കാന്തം ഉള്ളത് കൊണ്ട് മറ്റൊരു വസ്തുവിന് എന്ത് ചെയ്യുക? കാന്തശക്തി ലഭിക്കാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു കാന്തം എടുത്തുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ഒരു ആണി കൊണ്ടുവരുന്നു, ഒരു നീഡിൽ കൊണ്ടുവരുന്നു. മറ്റൊരു നീഡിൽ എടുത്തിട്ട് ഈ നീഡിലിൻ്റെ അടുത്തേക്ക് വെച്ചാൽ ഈ നീഡിൽ രണ്ടാമത്തെ നീഡിലിനെ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് കാന്തത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള നീഡിലിന് എന്ത് കിട്ടി? മാഗ്നറ്റിസം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദി ഫിനോമിനൻ ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയറിംഗ് മാഗ്നറ്റിസം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കാന്തിക വസ്തുവിന് കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം കാന്തശക്തി കിട്ടുന്ന ഫിനോമിനൻ, ആ ഒരു പ്രോസസ്സിനാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന മാഗ്നറ്റിസത്തെ നമ്മൾ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയുന്നു. ദി ഫിനോമിനൻ ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയറിംഗ് മാഗ്നറ്റിസം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു വസ്തുവിന് കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം എന്ത് കിട്ടുക? കാന്തിക ശക്തി കിട്ടുന്ന പ്രോസസ്സ്. അപ്പോൾ നിങ്ങളൊരു കാന്തത്തിൻ്റെ അടുത്തേക്ക് ഒരാണി കൊണ്ടുപോയി വെച്ച് മറ്റൊരാണി ഈ ആണിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? ഒരാണി മറ്റാണിയെ ആകർഷിക്കുന്നതായിട്ട്, അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? ഇങ്ങനൊരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം ആ ആണിക്ക് കിട്ടിയത് കൊണ്ടാണ്, നീഡിലിന് കിട്ടിയത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞു. ഇനി അതിൻ്റെ മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിസത്തിൻ്റെ പൊളാരിറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് കോണ്ടാക്റ്റ് ഉണ്ടായാലും കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും നമുക്ക് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ കഴിയും. കോണ്ടാക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. കോണ്ടാക്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ മാഗ്നറ്റിസം, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പൊളാരിറ്റിയാണ് പറയുന്നത്. വെദർ അണ്ടർ കോണ്ടാക്റ്റ് ഓർ വിത്തൗട്ട് കോണ്ടാക്റ്റ് ദി പൊളാരിറ്റി ഓഫ് ദി മാഗ്നറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ will be like polarity at the farther end and unlike polarity at the nearer end. ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് എ മാഗ്നറ്റ്. ഇതൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുവരികയാണ്. ഇവിടെ ഇത് നോർത്ത് പോളാണെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ ഈ അടുത്തുള്ള എൻഡ് എന്നുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ നോർത്താണെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെത് സൗത്ത് ആയിരിക്കും. ലൈക്ക് പോൾ എന്നുള്ളത് ഫർദർ എൻഡിലായിരിക്കും, ദൂരെയുള്ള എൻഡിലായിരിക്കും. അടുത്തത് എന്തായിരിക്കും? അൺലൈക്ക് പൊളാരിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ മാഗ്നറ്റ്, ഇതാണ് മാഗ്നറ്റ്. ഇതിൻ്റെ അടുത്തുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന് മാഗ്നറ്റിസം കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തുള്ളത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും. ഈ ലൈക്ക് പൊളാരിറ്റി എന്നുള്ളത് ഫാർദർ എൻഡിലാണ്, അത് ദൂരെയാണ് ഉണ്ടാവുക. അടുത്തുള്ളത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, വെദർ അണ്ടർ കോണ്ടാക്ട് ഓർ വിത്തൗട്ട് കോണ്ടാക്ട് ദി പൊളാരിറ്റി ഓഫ് ദി മാഗ്നറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ will be like polarity at the farther end and unlike polarity at the nearer end. ഒരു മാഗ്നറ്റിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലാതെയോ ഇൻഡക്ഷനിലൂടെ മാഗ്നറ്റിസം കിട്ടുകയാണെങ്കിൽ ലൈക്ക് പൊളാരിറ്റി ഫാർദർ എൻഡിലും അൺലൈക്ക് പൊളാരിറ്റി നിയറർ എൻഡിലും ആയിരിക്കും.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് സൗത്ത് എങ്കിൽ ഇതിന് കിട്ടുന്ന മാഗ്നറ്റിസം കിട്ടുന്ന സബ്സ്റ്റൻസിൻ്റെ ഇവിടെ നോർത്ത് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സസെപ്റ്റിബിലിറ്റി, റിറ്റൻറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി. വാട്ട് ഈസ് സസെപ്റ്റിബിലിറ്റി? ദി എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് to get magnetized under the influence of a magnetic field is susceptibility. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമായിട്ട് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള, മാഗ്നറ്റൈസ് ചെയ്യപ്പെടാനുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എബിലിറ്റിക്കാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമായിട്ട് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സ്, അതിനുള്ള ഒരു കഴിവും, അതിനാണെന്ന് പറയുന്നത് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ദി എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമായിട്ട് മാഗ്നറ്റൈസർ ആവാനുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ, മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കഴിവിനെ, എബിലിറ്റിയെ നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നു. ഇനി അടുത്തത് റിറ്റൻറ്റിവിറ്റി. Retentivity is the ability to retain the magnetism thus acquired. അങ്ങനെ കിട്ടിയിട്ടുള്ള ഈ സസെപ്റ്റിബിലിറ്റിയിലൂടെ കിട്ടിയിട്ടുള്ള മാഗ്നറ്റിസത്തെ നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. റിറ്റൻറ്റിവിറ്റി ഈസ് ദി എബിലിറ്റി ടു റിറ്റെയിൻ ദി മാഗ്നറ്റിസം അക്വയേർഡ്. അപ്പോൾ സസെപ്റ്റിബിലിറ്റിയും റിറ്റൻറ്റിവിറ്റിയും. സസെപ്റ്റിബിലിറ്റി ഈസ് ദി എബിലിറ്റി of magnetic substances to get magnetized under the influence of a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമായിട്ട് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എബിലിറ്റിയെ നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നു. അത് നിലനിർത്താനുള്ള കഴിവിനെ റിറ്റൻറ്റിവിറ്റി എന്നും പറയുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി ഈസ് ദി എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് to pass magnetic lines of force through them. ഒന്നുകൂടി പറയുന്നു, permeability is the ability of a substance to pass magnetic lines of force through them. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ കഴിവാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എന്ത് പറയുന്നു? പെർമിയബിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പെർമിയബിലിറ്റിയാണ് അവസാനം പറഞ്ഞത്. Permeability is the ability of a substance to pass magnetic lines of force through them. കാന്തിക ബലരേഖകളെ ഒരു വസ്തുവിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി is the ability of substances to pass magnetic lines of force through them. കാന്തിക ബലരേഖകളെ വസ്തുക്കളുടെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നെയിൽ, ഒരു ആണി എടുക്കുക. ആണി എടുത്തിട്ട് ഇൻസുലേറ്റഡ് കോപ്പർ വയർ അതിൻ്റെ മുകളിൽ ചുറ്റുക. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ചുറ്റി വെക്കുക. എന്നിട്ട് ആ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഒരു സെല്ലിൻ്റെ എൻഡിലേക്ക്, രണ്ട് എൻഡിലേക്ക് ഘടിപ്പിക്കുക, അതായത് ചാർജ് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പിന്നെടുത്തിട്ട് ഈ നെയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക, ഈ നെയിൽ, ഈ ആണി എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? ഈ പിന്നിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ എക്സ്പെരിമെൻ്റ് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഈ ഇൻസുലേറ്റഡ് കോപ്പർ വയറിൻ്റെ ടേൺസിൻ്റെ എണ്ണം, ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് സെൽസ്, ബാറ്ററിയുടെ എണ്ണം കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക? ആ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആണികൾ വെച്ചുകൊണ്ട്, നെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തതിന് ശേഷമുള്ള ഒബ്സർവേഷൻസ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇലക്ട്രോ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു നെയിൽ എടുക്കുക, നെയിലിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി വെക്കുക. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി വെക്കുക. എന്നിട്ട് ആ കോപ്പർ വയറിലേക്ക് എന്ത് ചെയ്യുക? ഒരു സെല്ല് ഉപയോഗിച്ച് ചാർജ് കൊടുക്കുക. അതേ എക്സ്പെരിമെൻ്റ് ഈ ഇൻസുലേറ്റഡ് കോപ്പർ വയർസിൻ്റെ ടേൺസ് കൂട്ടിക്കൊണ്ടും നമ്പർ ഓഫ് സെൽസ്, നിങ്ങൾ ചാർജ് കൊടുക്കുന്ന സെൽസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടും ഒന്നിൽ കൂടുതൽ നെയിൽ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക? എക്സ്പെരിമെൻ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കിട്ടുന്ന ഒരു ഒബ്സർവേഷൻ ഇതായിരിക്കും. ഈ നെയിലിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പിന്നുകൾ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും?
ഈ നെയിൽ ഈ പിന്നുകളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ഈ നെയിൽ എന്തായി, ഒരു മാഗ്നറ്റായിട്ട് മാറി എന്നുള്ളതാണ്. ഇങ്ങനെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റുകളാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓൺ എ സോഫ്റ്റ് അയൺ പീസ്. ഒരു സോഫ്റ്റ് അയൺ പീസിൻ്റെ മുകളിൽ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിക്കൊണ്ട് അതിലൂടെ എന്ത് ചെയ്യുക, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാം. ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓൺ എ സോഫ്റ്റ് അയൺ പീസ്. ഒരു സോഫ്റ്റ് അയൺ പീസ് എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി അതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം, ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാം. ഈ നെയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ആയി മാറിയത് കൊണ്ടാണ് ഈ പിന്നിനെ എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് ഇനി നമ്മൾ പറയുന്നത്. ദി സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ് മെയ്ഡ് ഇൻ ദിസ് വേ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽഡ് കണ്ടക്ടർ. അഥവാ ആ കോപ്പർ വയറിൻ്റെ ചുറ്റുകൾ, ടേൺസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദി സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എന്ത് പറഞ്ഞത്, സെല്ലിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദി കോയിൽ. ആ കോയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സോഫ്റ്റ് അയൺ പീസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിട്ടുന്ന മാഗ്നറ്റിസം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റാണ് പറഞ്ഞത്. ആ എക്സ്പെരിമെൻറ്റ് ഞാൻ ഒന്നുകൂടി പറയുന്നു. ഒരു നെയിൽ എടുക്കുക, ഒരു ആണി എടുക്കുക, അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് എടുക്കുക, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി വെക്കുക. എന്നിട്ട് ഒരു സെല്ല് ഉപയോഗിച്ച് ഈ കോപ്പർ വയറിലേക്ക് എന്ത് ചെയ്യാം, കറണ്ട് കൊടുക്കാം. ചാർജ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുക, നിങ്ങളൊരു പിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഈ ആണിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ അത് അട്രാക്റ്റ് ചെയ്യുന്നത് കാണാം. അതായത് ആ നെയിൽ, ആ ആണി എന്തായിട്ട് മാറി, ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറി. അതിന് മാഗ്നറ്റിസം കിട്ടി എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, 3 രീതിയിൽ ആ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഒന്ന്, ഈ നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ, ഈ കോപ്പർ വയറിൻ്റെ ടേൺസ് കൂട്ടിക്കൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ സെല്ലിൻ്റെ എണ്ണം, കറണ്ട് കൊടുക്കുന്ന സെല്ലിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ സോഫ്റ്റ് അയൺ പീസ് അല്ലെങ്കിൽ നെയിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓൺ എ സോഫ്റ്റ് അയൺ പീസ്. ഒരു സോഫ്റ്റ് അയൺ പീസിൻ്റെ മുകളിൽ കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി വെച്ചുകൊണ്ട് അതിലേക്ക് കറണ്ട് കൊടുത്താൽ നമുക്ക് എന്തുണ്ടാക്കാം, ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാം. അതിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ദി സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽഡ് കണ്ടക്ടർ. നിങ്ങൾ ഈ ചുറ്റി വെക്കുന്ന കോയിൽഡ് കണ്ടക്ടറിൻ്റെ നമ്പർ ഓഫ് ടേൺസിനെ ആ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദി സ്ട്രെങ്ത് ഓഫ് ദി കറണ്ടിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണെങ്കിൽ ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദി കോയിൽ. ആ കോയിലിൽ വെക്കുന്ന സോഫ്റ്റ് അയൺ പീസിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ് അയണിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിൻ്റെ ഏരിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടുമെന്നുള്ളതാണ്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്ന 3 പോയിൻറ്സും നമ്മൾ പറഞ്ഞു. ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.